കർക്കിടക മാസമൊക്കെ വരാണല്ലോ. അപ്പം നല്ല മഴയും തണവും എല്ലാ രോഗങ്ങളും നമുക്ക് വരും. അപ്പം നമ്മൾ ഈ ഒരു സമയത്തിന് നമ്മൾ കേരളീയൻസൊക്കെ പ്രതിരോധ ശക്തിക്കുള്ള മരുന്നൊക്കെ കഴിക്കുന്നുണ്ട്. അപ്പോൾ ഇതിലൊരു സ്പെഷ്യൽ ആയിട്ടുള്ള ഐറ്റാണ് കർക്കിടകം സ്പെഷ്യൽ മരുന്നുണ്ടാകും. ഇതിലെല്ലാ ഇൻഗ്രീഡിയൻസും ചേർന്നുണ്ട്. നമുക്ക് നല്ല ഇമ്മ്യൂണിറ്റി പവർ കിട്ടാനും ശരീരത്തിന് ബലം കിട്ടാനും ദേഹകാന്തി ഉണ്ടാവാനും ഒക്കെ ഒരേ ഉണ്ടകൾ ഡെയിലി പ്രായം പൂർത്തിയായവർ 2 എണ്ണം കഴിക്കുക, കുട്ടികളാണെന്ന് ഓരോന്ന് കഴിക്കുക. ഇതുപോലെ ഈസി ആയിട്ട് തയ്യാറാക്കി നമുക്ക് കുറേ കാലം സൂക്ഷിച്ചു വെക്കുകയും ചെയ്യാം. അപ്പം മരുന്നുണ്ട തയ്യാറാക്കാൻ വേണ്ടി ഞാൻ എടുത്തുള്ളത് നവര അരിയാണ് എടുത്തുള്ളത്. അത് 1.25 കപ്പ് എടുത്തിട്ടുണ്ട്. പിന്നെ എല്ലാതും 1/4 കപ്പ് വീതം. ഇത് ആശാളി, ഇത് അരിമോദകം, ചെറിയ ജീരകം, നല്ല ജീരകം എന്നൊക്കെ പറയുന്നത്, പിന്നെ മുതിര, ഉലുവ, എള്ള്, ഇതെല്ലാതും 1/4 കപ്പ് വീതമാണ് എടുത്തുള്ളത്. 2 കപ്പ് നാളികേരം ചെരുവേത് എടുത്തിട്ടുണ്ട്. 250 ഗ്രാം മരുന്ന് ശർക്കര എടുത്തിട്ടുണ്ട്. നമ്മൾ 1.25 കപ്പ് നവര അരിന് ഇത് നമുക്ക് കഴുകി ഉണക്കി വൃത്തിയാക്കി ശേഷം ഇത് നമുക്ക് നല്ല കട്ടിയുള്ള ചീഞ്ചട്ടിയിൽ ചൂടാക്കാനായിട്ട് വെക്കാം. നവരരി നമുക്ക് ഔഷധക്കഞ്ഞിയിലും മരുന്നുണ്ട് തയ്യാറാക്കുമ്പോഴൊക്കെ നവരരി കൊണ്ട് വേണം തയ്യാറാക്കാൻ. മട്ടരി കൊണ്ട് നല്ലതാണ്, പക്ഷേ നല്ല റിസൾട്ട് കിട്ടാൻ നവരരിയാണ് നല്ലത്. നവരരി ഉദരരോഗങ്ങൾക്കൊക്കെ വളരെ നല്ലതാണ്. അതുപോലെ തന്നെ വാദം, ബലക്ഷയം ഇതൊക്കെ മാറാൻ വേണ്ടി നവരരി കഞ്ഞി വെച്ച് കഴിക്കുന്നത് നല്ലതാണ്. അതുപോലെ കുട്ടികൾക്ക് തൂക്കം കൂടാനൊക്കെ ഈ നവരരി കഞ്ഞി വെച്ച് കൊടുക്കും. ക്ഷീണം മാറാനൊക്കെ നല്ലതാണ്. അപ്പം നമ്മൾ തീ കുറച്ച് വെച്ചിട്ട് വേണം ഒന്ന് ചൂടാക്കാനായിട്ട്. ഇതിപ്പോൾ നല്ലോണം കഴുകി വൃത്തിയാക്കി വെള്ളമൊക്കെ ഒപ്പി വെയിലത്ത് വെച്ച് ചൂടാക്കി എടുത്തതാണ്. ഇത് നമുക്ക് ഇങ്ങനെ ഇളക്കി ഒരു 3-4 മിനിറ്റ് കഴിയുമ്പോൾ ഇത് ചൂടാവും. ഒരു മണി എടുത്തിട്ടൊന്ന് കടിച്ചു നോക്കിയാൽ നമുക്കറിയാം എത്ര പാകമായി. അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്ക് എടുക്കാം. ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ചെറു ചൂടിൽ വേണം നമ്മളെല്ലാ ഐറ്റംസും ചൂടാക്കാനായിട്ട്. ഇനി നമുക്ക് 1/4 കപ്പ് മുതിര ചേർക്കാം. അതൊന്ന് ചൂടാക്കി എടുക്കാം. ഇതൊന്ന് കളറ് മാറുള്ളൂ അപ്പം എടുക്കാം. മുതിര പ്രോട്ടീൻ നല്ലോണം അടങ്ങിയിരിക്കുന്നതാണ്. വെയിറ്റ് കുറയാനൊക്കെ ഈ മുതിര നല്ലതാണ്. പിന്നെ ത്വക്ക് രോഗങ്ങൾക്കും ഈ മുതിര കഴിക്കുന്നത് നല്ലതാണ്. പിന്നെ പ്രമേഹം, കൊളസ്ട്രോള് ഒക്കെ കുറയ്ക്കാൻ വേണ്ടി ഈ മുതിര നല്ലതാണ്. അപ്പം ഇതൊക്കെയാണ് നമ്മൾ ഈ മരുന്നുണ്ടയിൽ ഉൾപ്പെടുത്തിയുള്ളത്. ഇതൊന്ന് കളറ് മാറിയാൽ മതി, അപ്പം എടുക്കാം. മുതിരയുടെ കളർ കണ്ടില്ല, ഈ ഒരു കളറാവുമ്പോൾ നമുക്ക് എടുക്കാം. ഇനി നമുക്ക് ഉലുവ 1/4 കപ്പ് ചേർക്കാം. മരുന്നുണ്ടയിലൊക്കെ ഉലുവ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആണ്. ഇത് നമുക്ക് കൊളസ്ട്രോളിനും അതുപോലെ ഹൃദ്രോഗം വരാതിരിക്കാനൊക്കെ ഇത് നല്ലതാണ്. പിന്നെ അതുപോലെ തന്നെ ഷുഗർ പേഷ്യൻസിന് നല്ലതാണ്, വെയിറ്റ് കുറയാൻ നല്ലതാണ്. പിന്നെ മുടി വളർച്ചയ്ക്കൊക്കെ ഉലുവ നല്ലതാണ്. അതുപോലെ തന്നെ ചർമ്മത്തിനും നല്ലതാണ്, സ്കിൻ ഡിസീസ് വരില്ല. അതുപോലെ സോഫ്റ്റ് ആയിട്ടിരിക്കാനൊക്കെ ഈ ഉലുവ നല്ലതാണ്. അപ്പോൾ ഈ ഉലുവ ഒന്ന് ചൂടാക്കി എടുക്കാം. ഇതുപോലെ ഉലുവ ഒന്ന് കളറ് മാറും. ചട്ടി നല്ല ചൂടായ കാരണം പെട്ടെന്ന് തന്നെ എല്ലാ ഇൻഗ്രീഡിയൻസും പാകവും. അപ്പോൾ ഇതൊന്ന് കളറ് മാറുമ്പോൾ നമുക്ക് ഇതെല്ലാം അതുവരെ പാത്രത്തിൽ തന്നെ ഇടാം. ഇതിപ്പോൾ ആശാളി മാത്രമാണ് നമ്മൾ കഴുകി ഉണക്കാത്തത്. ഇത് കഴുകി കഴിഞ്ഞപ്പോൾ നല്ല വഴുവഴുപ്പ് വരും. ഇതൊക്കെ നമുക്ക് മരുന്ന് കടയിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടുന്നത്, അതും കൂടി ചേർക്കാം. ഇതിങ്ങനെ പെട്ടെന്ന് പൊട്ടും. ആശാളി നമ്മൾ ആസ്തമ അങ്ങനെയുള്ള അസുഖങ്ങൾക്കൊക്കെ നല്ലതാണ്. അതുപോലെ തന്നെ രക്തം കൂടാനൊക്കെ നല്ലതാണ്. ഇതുപോലെ പൊട്ടും. അപ്പോൾ നമുക്കിത് എടുക്കാം. നോർമൽ ശക്തി കൂടാനൊക്കെ നല്ലതാണ്. പിന്നെ നമ്മുടെ ചെറുകുടലിൻ്റെ ആരോഗ്യത്തിനൊക്കെ ഈ ആശാളി നല്ലതാണ്. അപ്പോൾ ഇത് ഇതുപോലെ പൊട്ടി വരുമ്പോൾ നമുക്ക് ആശാളിയും എടുക്കാം. ഇത് മാത്രം കഴുകാണ്ട് ഇടാൻ പാടുള്ളൂ. ബാക്കിയെല്ലാം നല്ലോണം കഴുകി വൃത്തിയാക്കിയിട്ട് വേണം എടുക്കാനായിട്ട്. ഉണക്കിയെടുക്കണം. ആശാളിയൊക്കെ നമുക്ക് പച്ചമരുന്ന് കടയിൽ നിന്നൊക്കെ കിട്ടും. ഇത് 1/4 കപ്പ് കറുത്തുള്ളാണ്. അതും കൂടി നമുക്ക് ചൂടാക്കിയിട്ട് എടുക്കാം. നല്ലോണം ഫൈബേഴ്സ് അടങ്ങിയതാണ് കറുത്തുള്ളു. അതുപോലെ വിറ്റാമിൻസ് നല്ലോണം അടങ്ങിയത്. കൊളസ്ട്രോൾ കുറയാനും അതുപോലെ തന്നെ വിളർച്ച മാറാനൊക്കെ നല്ലതാണ്. അതുപോലെ ധാരാളം കോപ്പർ അടങ്ങിയിരിക്കുന്നതാണ്. അപ്പോൾ വാതരോഗങ്ങൾക്കും എള്ള് ശരീരത്തിന് ചെല്ലുന്നത് നല്ലതാണ്. അപ്പോൾ ഈ മരുന്നുണ്ടയിൽ നമ്മൾ എള്ളും ചേർക്കുന്നുണ്ട്. അപ്പോൾ അത് എള്ളു ഇതുപോലെ പൊട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എടുക്കാം. നമുക്ക് നല്ല ജീരകം അതുപോലെ ചെറിയ ജീരകം എന്നൊക്കെ പറഞ്ഞ് ജീരകം ചേർക്കാം.
അതും കാക്കപ്പാണ് എടുത്തുള്ളത്. അത് നമ്മുടെ വയറിൻ്റെ ആരോഗ്യത്തിനും അതുപോലെ വെയിറ്റ് കുറയാനും തടി കുറയാനും ഒക്കെ നല്ലതാണ്. കുടവേറ് കുറയാനും ഒക്കെ ഈ ജീരകം തിളപ്പിച്ച് വെള്ളമൊക്കെ കുടിക്കുന്നത് നല്ലതാണ്. അപ്പോൾ നമുക്ക് ഇതും കൂടി ചേർക്കാം. നല്ലോണം ആൻറ്റി ഓക്സിഡൻറ്റ് നിറഞ്ഞിരിക്കുന്നതാണ് ജീരകത്തിൽ. അപ്പോൾ ക്യാൻസർ പ്രതിരോധിക്കാനും ഒക്കെ ഈ ജീരകം നല്ലതാണ്. ഇത് കണ്ടതുപോലെ പൊട്ടി വരുമ്പോൾ നമുക്കെടുക്കാം. ഇത് അരിമോദകമാണ്. അരിമോദകം നമ്മൾ കാക്കപ്പ് ചേർക്കുന്നുണ്ട്. അതൊന്നും അതുപോലെ ചൂടാക്കി എടുക്കണം. കഴുകിയിട്ട് ഉണക്കിയെടുത്തതാണ്. ഇത് നമുക്ക് വയറിൻ്റെ അസുഖങ്ങൾക്കൊക്കെ നല്ലതാണ്. ഗ്യാസ് അതുപോലെ വയറിന് ദഹനക്കുറവൊക്കെ ഉണ്ടെങ്കിൽ അരിമോദകം കഴിക്കുന്നത് നല്ലതാണ്. അപ്പോൾ അതും കൂടി നമ്മൾ ഈ മരുന്നുണ്ടയിൽ ചേർക്കുന്നുണ്ട്. അസിഡിറ്റി, കോൾഡ്, ചുമയൊക്കെ മാറാൻ ഈ അരിമോദകം നല്ലതാണ്. ഇതൊന്നും ഇതുപോലെ ഇങ്ങനെ വിരിവിരിന്ന് പൊട്ടണ കേൾക്കാം. ഇതും കൂടി നമുക്ക് കോരിയെടുക്കാം. അപ്പം എല്ലാ ഡ്രൈ ഇൻഗ്രീഡിയൻസും നമ്മൾ ചൂടാക്കി വെച്ചിട്ടുണ്ട്. ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് ഒന്ന് ഒതുങ്ങി വരുമ്പോൾ നമുക്ക് പൊടിച്ചിട്ടെടുക്കാം. ഇനി നമുക്ക് ശരിക്ക് വെച്ച 2 കപ്പ് നാളികേരം ചേർക്കാം. അതും കൂടി ഒന്ന് ചൂടാക്കിയെടുക്കാം. ഇങ്ങനെ നാളികേരം ചൂടാക്കി എടുക്കുമ്പോൾ കുറേ കാലം ഇത് കേടുകൂടാതിരിക്കും. കുറേ കാലം എന്ന് വെച്ചാൽ കർക്കിടക മാസം കഴിയോളം നമുക്കിത് ഫ്രിഡ്ജിലൊന്നും വെക്കാണ്ട് പുറത്ത് തന്നെ വെച്ച് കഴിക്കാൻ പറ്റും. നാളികേരം ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്താൽ മതി. അപ്പോൾ ഇതുപോലെ നാളികേരം നമ്മളൊരു 2 മിനിറ്റ് ഒന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട്. വെള്ളമൊക്കെ ഒന്ന് വലിഞ്ഞിട്ടുണ്ട്. അപ്പം നമ്മുടെ മരുന്നുണ്ട് പെട്ടെന്ന് നാശമാവാണ്ടിരിക്കാനാണ്. അപ്പം ഇതൊന്ന് നമുക്ക് എടുക്കാം. നമ്മൾ മരുന്ന് ശർക്കര 1/2 കപ്പ് വെള്ളത്തിൽ 250 ഗ്രാമാണ് എടുത്തുള്ളത്. മധുരം കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടി എടുക്കാം. അത് നമുക്ക് 1/2 കപ്പ് വെള്ളത്തിലൊന്ന് അലിയിച്ചിട്ടെടുക്കാം. ഇതിനൊക്കെ നമ്മൾ നല്ല മരുന്ന് ശർക്കര വേണം എടുക്കാനായിട്ട്. ഇതൊന്ന് അലിഞ്ഞു വരണം. ഇതിപ്പോൾ നമ്മൾ നല്ലവണ്ണം ചൂടാറാനായിട്ട് വെച്ചത്. അതായത് ഇതിൽ നവരരി അങ്ങനെ എല്ലാ സാധനങ്ങളും നമ്മൾ വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് ഒന്ന് പൊടിച്ചിട്ടെടുക്കാം. ഇതുപോലെ നമുക്ക് പൊടിച്ചത് ഒരു ബാച്ചായിട്ട് ചേർക്കാം. ഇതിപ്പോൾ ഇനി അടുത്ത ബാച്ച് പൊടിക്കാം. നല്ലൊരു മരുന്ന് മണം കിട്ടും പൊടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ. അരിമോദകവും ജീരകമൊക്കെ കൂടി കഴിഞ്ഞാൽ നല്ലൊരു മണമാണ്. അതിപ്പോൾ നമുക്ക് ഓരോ ഉണ്ടയായിട്ട് ദിവസം കഴിച്ചാൽ മതി. കയ്പൊന്നും ഇല്ലാണ്ട് തന്നെ നമുക്ക് ഇതുപോലെ തയ്യാറാക്കി കൊച്ചു കുട്ടികൾക്ക് വരെ കൊടുക്കാം. അപ്പം എല്ലാതും നമ്മൾ പൊടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നാളികേരവും ശർക്കര നീരും കൂടി ചേർത്താൽ മതി. പിന്നെ നെയ്യും ചേർക്കാം. ഇതിലേക്ക് നമുക്ക് നാളികേരം ചേർക്കാം. നമ്മൾ വറുത്ത് വെച്ചത് 2 കപ്പ് ചേർക്കാം. ഒന്ന് മിക്സ് ചെയ്യാൻ പറ്റും. എല്ലാതും കൂടി എല്ലാ ഭാഗത്തേക്കും നാളികേരം എത്താൻ വേണ്ടിയിട്ട് ഒന്ന് മിക്സ് ചെയ്യാം. ഒരു കർക്കിടക മാസം കഴിയുന്നവരെയൊക്കെ ഒരു കംപ്ലൈൻറ്റ് ഇല്ലാണ്ടിരിക്കും. ഒരു കാറമണ ഒന്നും ഉണ്ടാവില്ല. നമ്മൾ നാളികേരം വറുത്ത കാരണം. ഇത് നമ്മൾ ഏലക്കായ പൊടിച്ചതിന് നല്ലൊരു മണവും ടേസ്റ്റും കിട്ടാൻ വേണ്ടി ഒരു സ്പൂൺ ഏലക്കായ പൊടി ചേർക്കാം. ഇത് 1/2 സ്പൂൺ ചുക്കുപൊടി. ഇപ്പോൾ ചുക്കുപൊടി ഇല്ലെങ്കിൽ നമ്മൾ ഇൻഗ്രീഡിയൻസ് നേരത്തെ ചൂടാക്കുമ്പോൾ ചുക്ക് ചൂടാക്കിയാലും മതി. അപ്പോൾ ഇതും കൂടി ചേർക്കാം. എല്ലാതും മിക്സ് ചെയ്യും. അപ്പോൾ നല്ലൊരു മണവും അതുപോലെ ഇത് കഴിച്ചു കഴിഞ്ഞാൽ ചുക്കുപൊടിയും ഏലക്കാപ്പൊടിയും കൂടി ചേർത്തുണ്ടല്ലോ വളരെ നല്ല റിസൾട്ട് കിട്ടും. നല്ല രുചി ഉണ്ടാവും ചെയ്യും. ഒരു കംപ്ലൈൻറ്റ് ഒന്നും ഉണ്ടാവില്ല. 2 സ്പൂൺ നെയ്യും കൂടി ചേർത്തുണ്ട്. ഇനി നമ്മൾ നേരത്തെ ശർക്കര ഉരുക്കി വെച്ചിട്ടുണ്ടല്ലോ അത് ചേർക്കാം. അരിപ്പയിലൊന്ന് അരിക്കാൻ നല്ല കറണ്ട് ഉണ്ടെങ്കിൽ എന്നിട്ട് നോക്കി ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇനി ബാക്കിയുള്ളത് ചേർക്കാം. ബാക്കിയുള്ളതും കൂടി ചേർക്കാം. എല്ലാ ഭാഗത്തും ഇങ്ങനെ ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. അപ്പോൾ ഈ കർക്കിടക മാസം വരുമ്പോൾ ദിവസം കാലത്തും വൈകുന്നേരമായിട്ട് ഓരോണ്ടായിട്ട് കഴിച്ചിട്ട് കഴിഞ്ഞാൽ നമുക്ക് നല്ല പ്രതിരോധ ശക്തി കിട്ടാനും അതുപോലെ തന്നെ നല്ല എനർജി ആവാനും ഒക്കെ ഇത് നല്ലതാണ്. ഇതിനെ ഒന്ന് ചൂടാറി വരുമ്പോൾ നമുക്കൊന്ന് ഉരുട്ടി എടുക്കാം. ചെറിയ ഉരുളകളായിട്ട് എടുക്കാം. ഇനി നമുക്ക് ഓരോ ഉരുളകളായിട്ട് ഇതുപോലെ ഇങ്ങനെ വെക്കാം. കുറച്ച് കാലം വരെ കേടുകൂടാതെ ഇരിക്കും ചെയ്യും. മധുരത്തോടു കൂടി കഴിക്കാം. അതായത് ചവർപ്പൊന്നും ഇല്ലാണ്ട് നമുക്ക് കഴിക്കാം. കുട്ടികൾ വരെ ഇത് കഴിക്കും. പിന്നെ മധുരം കൂടുതൽ വേണമെങ്കിൽ കുറച്ചും കൂടി ചേർത്താൽ മതി ശർക്കര.
അപ്പം നമുക്ക് ഇത്ര അധികം ഉണ്ടകൾ കിട്ടിയിട്ടുണ്ട്. അപ്പം നമുക്കിത് ഒരു കംപ്ലൈൻറ്റ് ഇല്ലാണ്ട് ഇത് കുറേ കാലം ഇത് കേടുകൂടാതെ ഇരിക്കും ചെയ്യും. ഇതുപോലെ തയ്യാറാക്കിയാൽ മതി. നമുക്ക് ഈസി ആയിട്ട് വീട്ടിൽ തന്നെ മരുന്നുണ്ട് തയ്യാറാക്കാം.